ഇന്ന് നമ്മൾ കഥകം പൂട്ടി നേരെ പോകുന്നത് ആമിക്കുട്ടിക്ക് നാളെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട്. നാളെ നവംബർ 14 ആണല്ലോ, അതുകൊണ്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അവളെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡ്രസ്സ് നമ്മൾ ഓൾറെഡി പോയി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോയി വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. വളഞ്ഞമ്പലത്തുള്ള A1 ഡാൻസ് കോസ്റ്റ്യൂം നമ്മൾ ഡ്രസ്സ് എടുത്തത്. ഡ്രസ്സ് എടുക്കുന്നതിന്റെയും ഫാൻസി ഡ്രസ്സിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. നാളെയാണല്ലോ കോമ്പറ്റീഷൻ വരുന്നത്. നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ റീൽസിൽ കാണുന്നുണ്ട് പുതിയൊരു കട അവിടെ വന്നിട്ടുണ്ടെന്ന്. പുതിയ കട വന്നാൽ ഫുഡീസ് ആയിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരും വിടുവോ? ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, ഡിന്നർ ടൈമിലാണ് മുന്നേ പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് എന്താണ് അവിടെ എന്ന് നമുക്ക് നോക്കാം. കിസ്സ കിച്ചൺ എന്നാണ് കേട്ടോ കടയുടെ പേര്. ഭയങ്കര ഒരു ആംബിയൻസ് ആണ് അവിടെ. നല്ല അടിപൊളി കളർഫുൾ തീമിലൊക്കെയാണ് കട ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഫുഡിന് വേണ്ടിയിട്ട്. രണ്ടും നമ്മൾ ഹാഫ് വീതമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി വേണമെങ്കിൽ ഓർഡർ ചെയ്യാമല്ലോ, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടും കൂടെ ഓർഡർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇല വന്നു, കറികൾ വന്നു. ഇവിടുത്തെ ഒരു ആംബിയൻസും അതുപോലെ ഒരു ഫുഡ് വിളമ്പുന്ന രീതിയൊക്കെ നമ്മളൊരു കല്യാണ ഫംഗ്ഷന് പോയ പോലെ തോന്നും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഹാഫ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പീസും അതുപോലെ 2 ഉണ്ട്. ഇത് ഹാഫ് ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണെന്ന് ആരെങ്കിലും പറയുമോ? അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടപ്പോഴാണ് ഇവിടെ വന്ന് കഴിക്കണം എന്ന് വിചാരിച്ചത്. അങ്ങനെ കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ നൈറ്റ് വന്നിട്ട് തേങ്ങാച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഒരു കല്യാണത്തിന് പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിക്ക് നമുക്ക് വരുന്നത്. നമുക്ക് മാരേജിനൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഇലയിൽ കഴിക്കുന്ന സെയിം ടേസ്റ്റ്, കറികളും ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ്. ആ മധുരമുള്ള ഡേറ്റ്സ് അച്ചാറാന്ന് തോന്നുന്നു, അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് മധുരമുള്ള കറികളോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഷക്കിക്കൊത്ത് ചങ്കരൻ എന്ന് പറയുന്ന പോലെ ഫുഡീസുമാണ്. ആരെങ്കിലും ഒരാൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മറ്റേ ആൾ നിരുത്സാഹപ്പെടുത്താം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ ഒരാൾ ചാടി വീഴും. പിന്നെ നമ്മൾ രണ്ടുപേരും ഓരോ സോഡ ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടായിരുന്നു. ബീഫൊക്കെ ആണെങ്കിലും ഭയങ്കര എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ബീഫും. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കായിരുന്നു, ചിക്കനാണോ ബെറ്റർ ബീഫാണോ ബെറ്റർ എന്നുള്ള രീതിയിൽ. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. സെയിം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കല്യാണത്തിന് ചെല്ലുന്ന വൈബ് തന്നെ. പിന്നെ അവസാനം ഫുഡൊക്കെ കംപ്ലീറ്റ് ആക്കി. അവിടുത്തെ ഇന്റീരിയർ കണ്ടോ? അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ഫോട്ടോസൊന്നും അധികം എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഒരു സെൽഫി വീഡിയോ എടുത്ത് കളിച്ചതാണ്.